അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്ന് തേനിനെ കുറിച്ചാണ് പറയുന്നത്. തേനിൽ ഷിഫ ഉണ്ട് എന്ന് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. വിവിധങ്ങളായ പൂക്കളിൽ നിന്ന് തേൻ നുകർന്നുകൊണ്ടാണ് തേനീച്ച നമുക്ക് തേൻ സമ്മാനമായി നൽകുന്നത്. ശുദ്ധമായ ഖുർആനിൽ തേനീച്ചയെ കുറിച്ച് പറയുന്നു, അവയുടെ വയറുകളിൽ നിന്ന് നിറവ്യത്യാസമായ ഒരു തരം പാനീയം പുറത്തു വരുന്നു. ഫീ ശിഫാഉൽ ലിന്നാസ്, അതിൽ ജനങ്ങൾക്ക് ശമനമുണ്ട് എന്ന് പരിശുദ്ധമായ ഖുർആൻ പറയുന്നു. ഇന്ന് ആധുനികമായ വൈദ്യശാസ്ത്രങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ട്, രക്തസമ്മർദ്ദത്തിന് തേൻ ഉപയോഗിച്ചു കഴിഞ്ഞാൽ അതിന് ശമനമുണ്ടാകും എന്ന്. അതേപോലെ തന്നെ തൊണ്ടവേദന, തലകറക്കം, അങ്ങനെ ഉറക്കമില്ലായ്മ, പല രോഗങ്ങൾക്കും തേൻ ഒരു ശമനമാണ്. ഉറക്കമില്ലാത്ത മുതിർന്ന ആളുകൾ ഉറങ്ങുന്നതിന് മുമ്പ് ഒരു സ്പൂൺ തേൻ ചൂടുള്ള പാലിൽ ഉപയോഗിച്ചു കഴിഞ്ഞാൽ നല്ല ഉറക്കം ലഭിക്കും. അതേപോലെ തന്നെ മുതിർന്ന കുട്ടികൾ ഉറങ്ങുന്ന സമയത്ത് ഉറക്കത്തിൽ മൂത്രമൊഴിക്കുകയാണെങ്കിൽ അതിൽ ഉറങ്ങുന്നതിന്റെ മുമ്പ് ഒരു സ്പൂൺ തേൻ ഉപയോഗിച്ചു കഴിഞ്ഞാൽ അതിന് ശമനമുണ്ടാകുമെന്ന് ആധുനിക ശാസ്ത്രം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അതേപോലെ തന്നെ നിത്യം തേൻ ഉപയോഗിച്ചു കഴിഞ്ഞാൽ ക്യാൻസർ പോലെയുള്ള മാരകമായ രോഗത്തെ പ്രതിരോധിക്കാൻ കഴിയും. ഉന്മേഷമില്ലാത്ത കുട്ടികൾക്ക് തേൻ ഉപയോഗിച്ചു കഴിഞ്ഞാൽ എന്നും തേൻ ഉപയോഗിക്കുകയാണെങ്കിൽ നല്ല ഉന്മേഷമുണ്ടാകും. അതേപോലെ തന്നെ ഗർഭിണികളായ സ്ത്രീകൾ, ആ സ്ത്രീകൾ നിത്യം 1-2 സ്പൂൺ തേൻ ഉപയോഗിക്കുകയാണെങ്കിൽ ആ ഗർഭിണികൾക്ക് ഉണ്ടാകുന്ന കുട്ടികൾ നല്ല സൗന്ദര്യമുള്ള കുട്ടികളായിരിക്കും. അതേപോലെ തന്നെ നല്ല ബുദ്ധിയുള്ള കുട്ടികളായിരിക്കും. അതുകൊണ്ട് തേൻ നമ്മൾ ജീവിതത്തിൽ ഉപയോഗപ്പെടുത്താൻ എന്നും ഉപയോഗിക്കണം. അള്ളാഹു അതിന് തൗഫീക്ക് നൽകുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.